ഇഗ്നോ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ തിയറി റൈറ്റ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറീസ് ഓഫ് റൈറ്റ്സ് ആണ്. റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറികൾ. അതിലൊന്നാമത്തത് നാച്ചുറൽ റൈറ്റ് തിയറി. അത് റൈറ്റ്സ് ആർ ഇൻഹറന്റ് ഇൻ ഹ്യൂമൻ നാച്ചർ, ദേ എക്സിസ്റ്റ് പ്യൂർ സ്റ്റേറ്റ്. അത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. എന്താണ് റൈറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റിന് മുമ്പും ഈ റൈറ്റ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതെന്താണ്ട് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു അബ്സ്ട്രാക്റ്റ് ആണ് നമുക്ക് അത് അങ്ങനെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പിന്നെ ലീഗൽ റൈറ്റ് തിയറി പറയുന്നത് റൈറ്റ്സ് ആർ ക്രിയേറ്റഡ്, റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഓൺലി ബൈ ലോ. ലോസിനും വിത്തൗട്ട് ലോ നോ റൈറ്റ് എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വിത്തൗട്ട് ലീഗൽ ബാക്കിംഗ് യു കനോട്ട് മേക്ക് എ ക്ലെയിം ടു റൈറ്റ്. അതാണ് വിത്തൗട്ട് ലീഗൽ ബാക്കിംഗ് നോ ക്ലെയിം ക്യാൻ ബി റൈറ്റ്. ഒരു വോട്ടിംഗ് റൈറ്റ് നമുക്കൊരു വാലിഡ് ആവുന്നത് അതിനൊരു ബാക്ക് ചെയ്യാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുമ്പോൾ മാത്രമാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ ദ സ്റ്റേറ്റ് ആണത്. അവിടെ ഒരു മോറൽ സോഷ്യൽ ബേസ് നമ്മൾ നോക്കുന്നില്ല. ഇനി ഹിസ്റ്റോറിക്കലി എന്ന് പറയുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ തിയറി പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ട്രഡീഷൻ ആൻഡ് കസ്റ്റം ദേ ഇവോൾവ് ഗ്രാജുവലി വിത്ത് സോഷ്യൽ പ്രാക്ടീസ്. So it's not suddenly started by history, tradition, practice. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്ററി റൈറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്ന കാർട്ട, ചാർട്ടേഴ്സ് തുടങ്ങിയിട്ട് വുമൻസ് റൈറ്റ്, ഇതൊക്കെ എപ്പോഴാണ് അത് വരുന്നതെന്നുള്ളത്. ഒരു യൂണിവേഴ്സാലിറ്റിക്ക് അപ്പുറം ഇതിനൊരു എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസിനൊക്കെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ഐഡിയലിസ്റ്റിക് തിയറിയാണ്. അതായത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആയിരിക്കണം ഈ റൈറ്റ് ഉള്ളത് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് എപ്പോഴും സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണത്. റൈറ്റ്സ് ആർ നോട്ട് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്, ദേ ആർ ഗ്രാന്റഡ് ഓർ മീനിങ് ബൈ സ്റ്റേറ്റ് എന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു എക്സസീവ് സ്റ്റേറ്റ് കൺട്രോൾ. ഇത് ഏകദേശം നമ്മുടെ ലീഗൽ തിയറി പോലെ തന്നെയാണ്, പക്ഷെ ഒരു ഫിലോസഫിക്കൽ ഐഡിയലിസം ആണെന്ന് മാത്രമേ ഉള്ളൂ. എക്സസീവ് സ്റ്റേറ്റ് കൺട്രോൾ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ അണ്ടർമൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സോഷ്യൽ വെൽഫെയർ തിയറി, റൈറ്റ്സ് ആർ സോഷ്യൽ ഇൻ നാച്ചർ എന്നാണ് പറയുന്നത്. മസ്റ്റ് ബി എക്സസൈസ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. നമ്മൾ റൈറ്റ് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബോത്ത് ഇൻഡിവിജ്വലും സൊസൈറ്റിയും രണ്ടുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. പിന്നെ റൈറ്റ്സിന്റെ ഒരു ഇവല്യൂഷണറി സ്റ്റേജ് നോക്കുവാണെങ്കിൽ സിവിൽ റൈറ്റ്സ്, നമ്മുടെ കോൺട്രാക്ച്വലിസ്റ്റ് ആയ ലോക്ക്, റൂസോ അവരൊക്കെയാണ് കൊണ്ടുവരുന്നത് സിവിൽ റൈറ്റ്സ്. ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി. പിന്നെ ട്രഡീഷൻ ബേസ്ഡ് റൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിസിറ്റ്സ് ആയിരുന്ന കസ്റ്റംസ്, മാഗ്ന കാർട്ട. ലീഗൽ റൈറ്റ് ജൂറിസ്റ്റേഴ്സ് ആണ്, അത് നമ്മുടെ വെൻ ലീഗലി സാങ്ഷൻഡ് ആവുന്ന റൈറ്റ്. പൊളിറ്റിക്കൽ റൈറ്റ്സ് ഡെമോക്രാറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്, വിത്ത് ഡെമോക്രാറ്റ്സ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെന്റ്, വോട്ടിംഗ്. സോഷ്യൽ റൈറ്റ് സോഷ്യോളജിസ്റ്റ് ആണ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അസോസിയേഷൻ. സോഷ്യോ എക്കണോമിക് ആണെങ്കിൽ സോഷ്യലിസ്റ്റ്, മാർക്സിസ്റ്റ് തിയറി, റൈറ്റ് ടു വർക്ക്, ഹൗസിംഗ്, സോഷ്യൽ സെക്യൂരിറ്റി. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ആയിരിക്കും UN അഡ്വക്കേറ്റ്സ്, യൂണിവേഴ്സൽ റൈറ്റ്സ്, ഡിഗ്നിറ്റി, ഇക്വാലിറ്റി, ഫ്രീഡം. അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു ഇവല്യൂഷണറി സ്റ്റേജ് ആയിട്ട് പറയാം. ഇപ്പൊ സിവിൽ റൈറ്റ്സ് ആണെങ്കിൽ നമ്മുടെ കോൺട്രാക്ച്വലിസ്റ്റ് ആയിട്ടുള്ള ലോക്ക് ആൻഡ് റൂസോ, ജോൺ ലോക്കോ, റൂസോ. ട്രഡീഷൻ എന്നാണെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിസിറ്റ്സ്, നമ്മൾ പറഞ്ഞ മാഗ്ന കാർട്ട. അതേപോലെ ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ റൈറ്റ് പറഞ്ഞു. പൊളിറ്റിക്കൽ റൈറ്റ്സ് വിത്ത് ഡെമോക്രാറ്റ്സ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഗവൺമെന്റ്, ഡെമോക്രസി ഒക്കെ വരുന്നത്. സോഷ്യൽ റൈറ്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അസോസിയേഷൻ, അതൊക്കെയാണ് വരിക. സോഷ്യോ എക്കണോമിക് തിയറി നമ്മളെ മാർക്സിസ്റ്റ് കൺസെപ്റ്റിൽ വരുന്ന തിയറീസ്. ഇനി തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ്സ്, ഈ കോൺട്രാക്ച്വലിസ്റ്റ് ആയ തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ, ഇവരാണ് ഇതിന്റെ മെയിൻ അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്. തോമസ് ഹോബ്സിന്റെ ലിവിത്തിയൻ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ജോൺ ലോക്കിന്റെ ടു ട്രീറ്റൈസ് ഓൺ ഗവൺമെന്റ്. പിന്നെ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ആണ് ലിവിത്തിയൻ, ടു ട്രീറ്റൈസ് ഓഫ് ഗവൺമെന്റ്, സോഷ്യൽ കോൺട്രാക്ട്. ഇപ്പൊ ലിവിത്തിയനിൽ പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നാച്ചർ ഹാഡ് എ റൈറ്റ് ടു എവറിത്തിങ്. ഓരോ വ്യക്തിക്കും ആ നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെ എല്ലാത്തിനുള്ള റൈറ്റ് ഉണ്ട്. ഇപ്പൊ ലോക്കിന്റെ ഇതിൽ പറയുന്നത് ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി നാച്ചുറൽ റൈറ്റ് ആണ്.
അപ്പോ റൂസോ പറയുന്നത് നാച്ചുറൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ഓൺലി വെൻ പീപ്പിൾ ഫോം എ സോഷ്യൽ കോൺട്രാക്ട്. ഒരു സോഷ്യൽ കോൺട്രാക്ട് ഉണ്ടാകുമ്പോഴാണ് ഈ നാച്ചുറൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് നാച്ചുറൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പൊ അതിൽ നാച്ചുറൽ റൈറ്റ്സ് ഇനലിയനബിൾ ആണ്, നമുക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇംപ്രിസ്ക്രിപ്റ്റബിൾ, അപ്പൊ നമുക്കൊരു സമയത്തിനനുസരിച്ച് നഷ്ടപ്പെടുന്നതല്ല. ഇൻഡിഫീസിബിൾ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ എസെൻഷ്യൽ ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്, റൈറ്റ്സ് കനോട്ട് എക്സിസ്റ്റ് ബിഫോർ സൊസൈറ്റി. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നാച്ചർ ഇൻഡിവിജ്വൽ ഹാഡ് ഓൺലി ഫിസിക്കൽ എനർജീസ്, നോട്ട് റൈറ്റ്സ്. നമുക്ക് റൈറ്റ്സിന് സൊസൈറ്റി വേണം, സൊസൈറ്റി ഇല്ലാണ്ട് അവിടെ റൈറ്റ് ഇല്ല. അപ്പൊ പിന്നെ അത് നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാനൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നും. പിന്നെന്ന് പറയുന്നത് നീഡ് ഫോർ അതോറിറ്റി. ഒരു അതോറിറ്റി ഇല്ലെങ്കിൽ അവിടെ ഡൊമിനേറ്റഡ് ഫിസിക്കൽ ഡൊമിനൻസോ എന്തെങ്കിലും ഉള്ളവർക്കായിരിക്കും എപ്പോഴും കൂടുതൽ മുൻഗണന ഉണ്ടാവും. അപ്പൊ അവര് പറയുന്നതിനനുസരിച്ച് മറ്റൊരാൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും അവർക്കൊരു റൈറ്റ്സ് ഒന്നും എക്സസൈസ് ചെയ്യാനില്ല. അപ്പോൾ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യാനും ഒരു അതോറിറ്റി വേണം. അപ്പൊ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നാച്ചർ നോ സ്റ്റേറ്റ് എക്സിസ്റ്റഡ്, സോ നോ റിയൽ റൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെന്റ് ഉണ്ടാവുന്ന കാലഘട്ടത്തിന് മുമ്പാണ് ഈ സ്റ്റേറ്റ് ഓഫ് നാച്ചർ എന്ന് പറയുന്നത്. അന്ന് അധികാരികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് സ്റ്റേറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ റിയൽ റൈറ്റ്സ് ഇല്ല. പിന്നെ റിസ്ക് ഓഫ് അബ്സല്യൂട്ടിലിസം. അബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കൊരു അബ്സല്യൂട്ട് ആയിട്ട് ഒരാൾക്ക് റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ സൊസൈറ്റിക്ക് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് കാവ്സും അല്ലെങ്കിൽ ഒരു അനാർക്കിക് സിറ്റുവേഷനിലോട്ട് പോകും. ഭയങ്കര അക്രമങ്ങളിലേക്കും വയലൻസിലേക്കും പോകും. അതുപോലെ തന്നെ തിങ്കേഴ്സ് പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് റിയോട്രിക്കൽ നോൺസെൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ സ്റ്റിൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ലസ്കി പറഞ്ഞിട്ടുള്ളത് റൈറ്റ്സ് കനോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് സൊസൈറ്റി, ദി ആർ സോഷ്യലി കണ്ടീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബേർക്ക് പറഞ്ഞിട്ടുള്ളത് വി കനോട്ട് എൻജോയ് സിവിൽ ഓർ അൺസിവിൽ റൈറ്റ് സിമിൾട്ടേനിയസ്ലി. അപ്പൊ അബ്സ്ട്രാക്ട് പ്രൊട്ടക്ഷൻ മേക്ക് ദം ഇംപ്രാക്ടിക്കൽ എന്നാണ് പറയുന്നത്. നമുക്ക് ഈ സിവിൽ അൺസിവിൽ റൈറ്റ്സ് എന്താണ് ഒരുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് എന്താണ് എപ്പോഴും ഇംപ്രാക്ടിക്കബിൾ. ഇനി തിയറി ഓഫ് ലീഗൽ റൈറ്റ്സ്, അതിന്റെ മെയിൻ അഡ്വക്കേറ്റ്സ് ജെറമി ബെന്താം, ഹെഗൽ, ജോൺ ഓസ്റ്റിൻസിനൊക്കെയാണ്. അപ്പോൾ ഈ ജെറമി ബെന്താത്തിന്റെ നാച്ചുറൽ റൈറ്റ്സ് എന്ന് ഇല്ല, ലീഗൽ റൈറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇനി അതുപോലെ തന്നെ ഈ ഹെഗൽ എന്നാണെങ്കിൽ റൈറ്റ്സ് സ്റ്റേറ്റിലൂടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജോൺ ഓസ്റ്റിൻസ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ് റൈറ്റ്സ് എന്ന് പറയുന്നത്, ബാക്ക്ഡ് ബൈ ലോ, ഒരു സോവറിൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് റൈറ്റ്സ് ആർ ക്രിയേറ്റഡ് ആൻഡ് ഗ്രാന്റഡ് ബൈ ദ സ്റ്റേറ്റ് എന്നത് തന്നെയാണ് എന്ത് തിയറി ഓഫ് ലീഗൽ റൈറ്റ്സ് പറയുന്നത്. ദേ എക്സിസ്റ്റ് ഓൺലി ആസ് ലീഗൽ ക്ലെയിം സാങ്ഷൻ ബൈ ലോ. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണ്, ക്രിയേറ്റഡ് ആൻഡ് ഗ്രാന്റഡ് ബൈ സ്റ്റേറ്റ്, എക്സിസ്റ്റ് ഓൺലി ആസ് ലീഗൽ ക്ലെയിം. ഇറ്റ്സ് എ ലീഗൽ ക്ലെയിം, റിമെമ്പർ ദാറ്റ് വേർഡ്, legal claim sanctioned by law, closely related to idealistic theory, right as producers of the state, but idealism is focused on philosophy, here it's law. Rights are created and granted by the state, they exist only as legal claims sanctioned by law, closely related to idealistic theory. ഇതിന്റെ essential features എന്താണ്, right as source of right, state as source of right. എന്താണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്സ് ആർ നെയ്തർ പ്രിയർ നോർ ആന്റീരിയർ ടു ദ സ്റ്റേറ്റ്. അതൊരിക്കലും സ്റ്റേറ്റിന്റെ അപ്പുറം ഇപ്പുറം അല്ല ഇത് ഇരിക്കുന്നത്. ദ സ്റ്റേറ്റ് ഡിഫൈൻഡ് ആൻഡ് ലേഡ് ഓൺ ദ ബിൽ ഓഫ് റൈറ്റ്. ബിൽ ഓഫ് റൈറ്റ്സ് ആണല്ലോ ആക്ട് ആയിട്ട് വരുന്നത്, അപ്പൊ അത് സ്റ്റേറ്റ് ആണ് നിർമ്മിക്കുന്നത്. ദ സ്റ്റേറ്റ് പ്രൊവൈഡ് എ ലീഗൽ സ്ട്രക്ചർ ദാറ്റ് ഗ്യാരണ്ടീസ് ആൻഡ് എൻഫോഴ്സസ് റൈറ്റ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് ഒരു ലീഗൽ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഒരു കാര്യം നിയമമായിട്ടൊരു അവകാശമായിട്ടൊക്കെ വരണമെങ്കിൽ നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ചേഞ്ചിങ് ലോ, നമുക്കറിയാം റൈറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ലോ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ചിങ് റൈറ്റ് ആണത്. എനി ചേഞ്ച് ഇൻ ലോ ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ സബ്സ്റ്റൻസ് ഓഫ് റൈറ്റ്സ്. എനി ചേഞ്ച് ഇൻ ലോ ലീഡ്സ് ടു ചേഞ്ച് ഇൻ സബ്സ്റ്റൻസ് ഓഫ് റൈറ്റ്സ്. അപ്പൊ ചില നിയമങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ അതെന്താണ്, അത് നമ്മുടെ ഈ റൈറ്റ്സിനും ബാധകമായിട്ട് റൈറ്റ്സിനും ഇല്ലാതെയാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ക്രിറ്റിസിസം, സ്റ്റേറ്റ് പ്രൊട്ടക്ട്സ് ആൻഡ് ഡിഫെൻഡ് റൈറ്റ് ബട്ട് ഡസ് നോട്ട് ആക്ച്വലി ക്രിയേറ്റ് ദം എന്നാണ് പറയുന്നത്. റൈറ്റ്സ്, അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, if rights are purely state made, the state could take away rights at will. This would make the state absolute and authoritarian. അപ്പോൾ
സ്റ്റേറ്റ് ഉണ്ടാകുന്നതാണെങ്കിൽ സ്റ്റേറ്റിന് അത് എടുക്കാൻ ഒരു അവകാശം കൊടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് അവിടെ ഏകാധിപതിയായിട്ട് മാറും. സിറ്റിസൺ വുഡ് ഓൺലി ഹാവ് ദ റൈറ്റ് ദ സ്റ്റേറ്റ് ചൂസസ് ടു ഗ്രാൻഡ്. സ്റ്റേറ്റ് കൊടുക്കുന്ന അധികാരങ്ങൾ പോലെയുള്ളൂ അവിടെ സിറ്റിസന്റെ അധികാരം. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞ ഐഡിയ റിജക്ട് ചെയ്തിട്ട് ഒരു അബ്സല്യൂട്ടിസത്തിനും അതോറിറ്റേറിയനിസത്തിനും അവിടെ സാധ്യത വരികയാണ് ചെയ്യുന്നത്. അടുത്തത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അതിൽ പറയുന്നത് റൈറ്റ്സ് ഗ്രോ ഔട്ട് ഓഫ് ട്രഡീഷൻ ആൻഡ് കസ്റ്റം, നോട്ട് നാച്ചുറൽ ആൻഡ് നോട്ട് ക്രിയേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ദേ എമേർജ് ഫ്രം ലോങ് സ്റ്റാൻഡിംഗ് ട്രഡിഷൻ, കസ്റ്റം ആൻഡ് പ്രാക്ടീസ്. ദ സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഈസ് സീൻ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലോങ് ഹിസ്റ്റോറിക്കൽ പ്രോസസ് ആണ്. റൈറ്റ് ബിക്കം റെക്കഗ്നൈസ്ഡ് വെൻ ദേ ആർ കണ്ടിന്യൂസ്ലി എക്സസൈസ്ഡ് ആൻഡ് എൻജോയ്ഡ് ഓവർ ടൈം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനാണ് അവകാശമായിട്ട് പറയുന്നത്. സ്റ്റേറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ പ്രോസസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം പോലും ആ ഹിസ്റ്റോറിക്കൽ പ്രോസസിന്റെ പ്രൊഡക്റ്റ് ആണ്. പെർട്ട്മൺ ബർക്ക് 18th century, ഇത് കൺസർവേറ്റീവ് തിങ്കർ ആയിരുന്നു, ആർഗ്യൂഡ് ദാറ്റ് പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു എനിത്തിങ് എക്സസൈസ് അൺഇന്ററപ്റ്റ്ലി ഓവർ എ ലോങ് പീരീഡ്. റൈറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഫോഴ്സ് ഓഫ് എ ലോങ് ഒബ്സർവൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവര് ഒരുപാട് കാലമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അതാണ് റൈറ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഔട്ട്കം ഓഫ് ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി. അപ്പോൾ ഹൗ റൈറ്റ്സ് ഡെവലപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കസ്റ്റം റിപ്പീറ്റഡ് ഓവർ ടൈം ആകുമ്പോൾ അത് സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവുന്നു, അതിനെ റൈറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീകൾക്ക് അധികാരമില്ലാത്തൊരു സൊസൈറ്റി അവരുടെ സിസ്റ്റം ഒരു വർഷങ്ങളോളം ഫോളോ ചെയ്തു വരും. പിന്നെ അതിന് മാറ്റങ്ങൾ വരുമ്പോൾ കുറച്ച് സ്ത്രീകൾക്ക് കൊടുത്തു തുടങ്ങി അതിങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ട്രഡിഷൻ കസ്റ്റം സ്റ്റെബിലൈസസ് ഇൻ ടു റെക്കഗ്നൈസ്ഡ് റൈറ്റ് ലേറ്റർ അഡപ്റ്റഡ് ബൈ സോഷ്യോളജിസ്റ്റ് ഹൂസോ റൈറ്റേഴ്സ് സോഷ്യലി എംബഡഡ് പ്രാക്ടീസ്. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറെ ട്രഡിഷൻ ആണ്, റിപ്പീറ്റഡ് ഓവർ ടൈം, സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടിയ കാര്യങ്ങളാണ് നമ്മൾ റൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് റിജക്ട് ലീഗൽ തിയറി, റിജക്ട് നാച്ചുറൽ റൈറ്റ് തിയറി, എംഫസിസ് ദ റൈറ്റ് ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നോട്ട് ഗ്രാൻഡഡ് സഡൻലി. അപ്പൊ സ്റ്റേറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് തിയറി, അതത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നേ പറയുന്നുള്ളൂ. നാച്ചുറൽ റൈറ്റ് നോട്ട് പ്രീ സോഷ്യൽ എന്ന് പറയുന്നില്ല, പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റിനെ പറയുന്നുള്ളൂ. അപ്പൊ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നോട്ട് ഓൾ കസ്റ്റം റൈറ്റ് അല്ല, എല്ലാ കസ്റ്റം റൈറ്റ് അല്ല. നമുക്കിപ്പോ ഒരു സതി സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫാന്റിസൈഡ്, വുമൺ ഡിസ്ക്രിമിനേഷൻ നമുക്ക് റൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതൊരു ഹാർംഫുൾ പ്രാക്ടീസസ് ആണ്. നോട്ട് ഓൾ റൈറ്റ് കം ഫ്രം കസ്റ്റം. റൈറ്റ് സോഷ്യൽ സെക്യൂരിറ്റി, ഡിജിറ്റൽ റൈറ്റ് ഒക്കെ ട്രഡീഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ടു കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞാല് ട്രഡീഷൻ ഓവർ എംഫസിസ് കൊടുത്താൽ തന്നെ അവിടെ ഒരു കൺസർവേറ്റിസം വരും. നമുക്കൊരു ചേഞ്ചിങ് സൊസൈറ്റിക്ക് അതിനൊരു മാറ്റം വരണം, അതും ഇവിടെ പ്രശ്നമായിട്ട് വരും. അടുത്തത് സോഷ്യൽ വെൽഫെയർ തിയറി ഓഫ് റൈറ്റ് ആണ്. റൈറ്റ്സ് ആർ കണ്ടീഷൻ നെസസറി ഫോർ സോഷ്യൽ വെൽഫെയർ. ഒരു സോഷ്യൽ വെൽഫെയറിന് വേണ്ട കണ്ടീഷൻസിനാണ് റൈറ്റ് എന്ന് പറയുന്നത്. The state should recognize only those rights that promote the welfare of society as a whole. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു സൊസൈറ്റിയുടെ മൊത്തം വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന റൈറ്റ് മാത്രമേ സ്വീകരിക്കാവൂ, നടപ്പിലാക്കാവൂ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ റൈറ്റ്സ് ആർ സോഷ്യൽ ക്രിയേഷൻ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ഗുഡ്. ഒരു സൊസൈറ്റിയുടെ ക്രിയേഷൻ ആണ്. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് മൊത്തം നല്ലതായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവൂ. അപ്പോൾ ക്ലെയിംസ് നോട്ട് അലൈൻ വിത്ത് ജനറൽ വെൽഫെയർ ആർ നോട്ട് റൈറ്റ്സ്. അപ്പോൾ ഒരു ജനറൽ വെൽഫെയറിന് ബാധകമാവാത്ത കാര്യങ്ങൾ റൈറ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജെറമി ബന്താം അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് തിയറിയുടെ ഉപജ്ഞാതാവായിരുന്ന ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ജെറമി ബന്താം, പിന്നെ റോസ്കോ പൗണ്ട്, പിന്നെ കഫി എന്ന് പറഞ്ഞ മോഡേൺ തിങ്കേഴ്സ്, ഇവരൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് വരുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം അബ്സ്ട്രാക്ട് ഓർ ട്രഡീഷണൽ റൈറ്റ് ടു പ്രാക്ടിക്കൽ സോഷ്യൽ നീഡ്. നമ്മുടെ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള എന്തൊക്കെയോ ഇതിന് മാറിയിട്ട് ഒരു സൊസൈറ്റിക്ക് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ വേണോ എന്നുള്ള ഒരു ഇത് കൊടുത്തു. പിന്നെ കണക്ട് റൈറ്റ് വിത്ത് സോഷ്യൽ ഗുഡ് ആൻഡ് കമ്മ്യൂണിറ്റി റെക്കഗ്നിഷൻ, രണ്ടും കൊടുത്തു. ഒരു സൊസൈറ്റിക്ക് ഒരു സോഷ്യൽ റൈറ്റിന് നമ്മുടെ സോഷ്യൽ ഗുഡിനുമായിട്ട് എന്ത് റിലേഷൻ ഉണ്ട് എന്നുള്ളൊരു ഇത് കൊടുത്തു. അപ്പോൾ പറയുന്നത് റൈറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിറ്റി റെക്കഗ്നൈസ്ഡ് ആൻഡ് ലിങ്ക്ഡ് വിത്ത് കോമൺ ഗുഡ്. ഇതിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വേഗ്നെസ് ആണ്. സോഷ്യൽ വെൽഫെയർ എന്താണ്? ടു ബ്രോഡ് എംപ്രസൈസ് ആയിട്ടുള്ള കാര്യമാണ്.
ഇപ്പൊ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് മേ ഡിഫൈൻ സോഷ്യൽ വെൽഫെയർ ഡിഫറെന്റ്ലി. എന്റെ സോഷ്യൽ വെൽഫെയർ ആയിരിക്കില്ല മറ്റൊരാളുടേത്. ക്യാപിറ്റലിസ്റ്റിൻ്റെതായിരിക്കില്ല മാർക്സിസ്റ്റിൻ്റെത്, അതായിരിക്കില്ല സോഷ്യലിസ്റ്റിൻ്റെത്, അതായിരിക്കില്ല മറ്റൊരാളുടേത്, ഒരു റിലീജിയസ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ജീവിക്കുന്നവരുടേത്. അപ്പൊ സോഷ്യൽ വെൽഫെയറിന്റെ ഡെഫിനിഷനിൽ തന്നെ ആ പ്രോബ്ലം വന്നു. റിസ്ക് ഓഫ് ടേണിംഗ് ഇൻ ടു ലീഗൽ തിയറി. ഇഫ് ദ സ്റ്റേറ്റ് ഡിസൈഡ് വാട്ട് കൗണ്ട് ആസ് സോഷ്യൽ വെൽഫെയർ, ദാറ്റ് റൈറ്റ് ഡിപ്പെൻഡ് എൻറ്റയർലി ഓൺ ദ സ്റ്റേറ്റ് വിൽ. അപ്പൊ സോഷ്യൽ വെൽഫെയർ ആരാണെന്ന് സിറ്റിസൺ ആണോ അത് സ്റ്റേറ്റ് ആണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ സ്റ്റേറ്റ് ആണെങ്കിൽ പിന്നെ അത് ലീഗൽ തിയറിക്ക് തുല്യമാണ് അപ്പൊ റൈറ്റിന്റെ. പിന്നെ ആർബിട്രറി പവർ വരും. അപ്പോ ഈ വൈൽഡ് പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ എക്സ്പീരിയൻസി ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഹെൽപ്ലെസ് ആണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റിന്റെ ഡിസിഷന് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നം വരും. ഇനി മാർക്സിസ്റ്റ് തിയറി ഓഫ് റൈറ്റ്സ്. നിങ്ങൾ മാർക്സിസം ഒക്കെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞു ഇന്റർനാഷണൽ റിലേഷനിലൊക്കെ ആയിട്ട്. അപ്പോൾ അതിന്റെ ഐഡിയ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. റൈറ്റ്സ് ആർ ഷേപ്ഡ് ബൈ ദ എക്കണോമിക് സിസ്റ്റം ഓഫ് എ പെർട്ടിക്കുലർ പീരീഡ് ഇൻ ഹിസ്റ്ററി. അപ്പൊ ശരിക്കും മാർക്സിസം എപ്പോഴും എക്കണോമിക് സിസ്റ്റത്തിനാണ് പറയുന്നത്. ദ ചേഞ്ച് വിത്ത് ദ എക്കണോമിക് സിസ്റ്റം ഓഫ് സൊസൈറ്റി, അതിനെയാണ് റൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇഫ് ദ എക്കണോമി ഈസ് ഫ്യൂഡൽ, ലോ വിൽ പ്രൊട്ടക്ട് ഫ്യൂഡൽ ലോഡ്. ഇഫ് ഇറ്റ് ക്യാപിറ്റലിസ്റ്റ്, ലോ പ്രൊട്ടക്ട് ക്യാപിറ്റലിസ്റ്റ്. സ്റ്റേറ്റ് ഈസ് നോട്ട് ന്യൂട്രൽ, ഇറ്റ് സെർവ്സ് ഹൂവർ കൺട്രോൾസ് ദ എക്കണോമി എന്നാണ് പറയുന്നത്. ഒരിക്കലും സ്റ്റേറ്റ് ന്യൂട്രൽ ആയിട്ട് ആരെയും റൈറ്റ് കൊടുക്കുന്നില്ല. ആരാണോ എക്കണോമിയെ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് റൈറ്റ് ഉള്ളത്. സോ റൈറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ദ റൂളിംഗ് ക്ലാസ് എന്നുള്ള ഇതാണ് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദ എക്കണോമിക്കലി ഡൊമിനന്റ് ക്ലാസ്. ലോ, ക്ലാസ് ലോസ് ക്രിയേറ്റഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് റൂളിംഗ് ക്ലാസ്. ഇതാണ് മാർക്സിസ്റ്റ് പറയുന്നത്. അതിൽ ഫ്യൂഡലിസം, ഓൺലി ഫ്യൂഡൽ ലോ ഹാഡ് ദ റീഗൽ റൈറ്റ്സ്, പീസൻ ഹാഡ് നൺ. പീസൻസിന് ഇല്ല, ഫ്യൂഡൽസിന് മാത്രമാണ്. ക്യാപിറ്റലിസത്തിലാണ് പ്രോപ്പർട്ടി കോൺട്രാക്ട് പ്രൊട്ടക്ട് ക്യാപിറ്റലിസ്റ്റ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, വർക്കേഴ്സിനെ അല്ല. സോഷ്യലിസത്തില് ആരെയാണ്? പ്രൊട്ടക്ടിയൻ ലോസ് പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് റൈറ്റ്സ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ആണ്. മാർക്സിന്റെ വ്യൂ എന്ന് പറയുന്നത് ക്ലാസ് ദാറ്റ് കൺട്രോൾസ് ദ എക്കണോമിക്സ് ബേസ് ഓൾസോ കൺട്രോൾ പൊളിറ്റിക്കൽ പവർ. ആരാണ് അവിടെ എക്കണോമി കൺട്രോൾ ചെയ്യുന്നത് അവരാണ് പൊളിറ്റിക്കൽ കൺട്രോൾ ചെയ്യുന്നത്. സോ റൈറ്റ്സ് ഇൻ ക്യാപിറ്റലിസം ലുക്ക് ഈക്വൽ ബട്ട് ആക്ച്വലി ഹെൽപ് ദ റിച്ച് നോട്ട് ദ പുവർ. നമ്മളിപ്പോ ക്യാപിറ്റലിസ്റ്റിലെ റൈറ്റ്സ് നമുക്ക് ഈക്വൽ അങ്ങ് തോന്നും, ഫ്രീഡം ഓഫ് കോൺട്രാക്ട് ഒക്കെ, പക്ഷെ അത് റിച്ചിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പുവർ അല്ല. അപ്പൊ സോഷ്യലിസം മാർക്സ് ഹോപ്പ് റൈറ്റ്സ് വുഡ് ഫൈനലി ബിക്കം റിയൽ ഫോർ എവ്രി വൺ, നോട്ട് ജസ്റ്റ് വൺ ക്ലാസ്. ഈ സോഷ്യലിസത്തിന്റെ കാര്യത്തിലാണ് റൈറ്റ്സ് എല്ലാരെയും ഹെൽപ്പ് ചെയ്യുക, അപ്പൊ ഒരാളുടെ ആയിട്ട് വരില്ല എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ റൈറ്റ് ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് വർക്ക്. അപ്പോൾ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അപ്പൊ അവരുടെ വർക്കിനനുസരിച്ച് അവർക്ക് ഏണോ, ഇപ്പൊ നമ്മുടെ എക്കണോമിക് റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിയോറിറ്റി കൊടുക്കുക. പിന്നെ ഇതിന്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഓവർ എംഫസിസ് ഓൺ എക്കണോമി. എവറിഥിങ് ഇൻ ബേസിസ് ഇസ് എക്കണോമി, ഇറ്റ്സ് ഓൾ ബേസ് ഓഫ് റൈറ്റ്സ്. നിങ്ങൾ ഏത് ഇന്റർനാഷണൽ റിലേഷനോ എന്ത് പഠിച്ചു തുടങ്ങിയാലും മാർക്സിസം ഇസ് ഡിപ്പെൻഡ് ഓൺ എക്കണോമി, ക്യാപിറ്റലിസം, ഫ്യൂഡലിസം ഒക്കെ ആയിരിക്കും. പിന്നെ ഇഗ്നോർസ് റൂൾസ് ഓഫ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി. പിന്നെ അതായത് ഒരുപാട് കൾച്ചർ, റിലീജിയൻ, ഐഡിയോളജി തുടങ്ങിയ നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് ഇതില് വരുന്നില്ല. പിന്നെ റിജിഡ് ഫ്രെയിംവർക്ക് ആണ്. റിജിഡ് എന്താ വെച്ചാല് റൈറ്റ്സ് റെഡ്യൂസ്ഡ് ടു റിഫ്ലക്ഷൻ ഓഫ് എക്കണോമിക് ബേസ്. ഭയങ്കര സിംപ്ലിസ്റ്റിക് ആയി. എക്കണോമി ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ, നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവരെപ്പോഴും സ്ട്രെസ് കൊടുക്കുന്നത് അതാണ്. പിന്നെ പ്രാക്ടിക്കൽ കൺസേൺ, സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫൺ ഫെയിൽഡ് ടു പ്രൊവൈഡ് റിയൽ പൊളിറ്റിക്കൽ ഫ്രീഡം ഈവൻ ദോ ദേ പ്രോമിസ്ഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ്. പല സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിലും ഈ പൊളിറ്റിക്കൽ ഫ്രീഡം ശരിക്കും വന്നിട്ടില്ല എന്നതും കൂടി നമുക്ക് ഇതുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് വായിക്കേണ്ടി വരും. അപ്പൊ എന്താണ് ആ ഒരു തിയറിയും പ്രോമിസും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഫ്രെയിംവർക്ക് ഓഫ് റൈറ്റ്സ് ആണ്. അപ്പോൾ റൈറ്റ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി നമ്മളത് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദ എക്സ്റ്റെന്റ് ആൻഡ് ടൈറ്റ് ഓഫ് ദ റൈറ്റ് ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റേറ്റ് സിസ്റ്റം. നമുക്കൊരു ഡെമോക്രസിക് സ്റ്റേറ്റിൽ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ടാവും. എന്നാൽ ചില റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ചില റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡിഫറെന്റ് കൺട്രീസിന് ഡിഫറെന്റ് റൈറ്റ്സ്. അപ്പോൾ USA ഉള്ള റൈറ്റ് ആയിരിക്കില്ല ഇന്ത്യയിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ USA മോർ ഓൺ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ് ആയിരിക്കും. പക്ഷെ സോഷ്യലിസ്റ്റ് റൈറ്റിൽ ഫോക്കസ് മോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ് ആയിരിക്കും. അപ്പോൾ ലിബറൽ ഡെമോക്രാറ്റിക് സൊസൈറ്റി എംഫസൈസ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ, സോഷ്യലിസ്റ്റ് സൊസൈറ്റി എംഫസൈസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റൈറ്റ്സ് ആണ്, മോറൽ റൈറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ലീഗലി എൻഫോഴ്സിബിൾ അല്ല. ഇപ്പൊ റെസ്പെക്ട് ഫോർ പാരന്റ്സ്, അതൊരു സൊസൈറ്റി നമ്മളതിനെ റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള ഒരു സോഷ്യൽ റൈറ്റ്സ് ആണ്. അത് കീപ്പ് ചെയ്യുന്ന ഒരു സൊസൈറ്റിന്ന് റെസ്പെക്ട് കിട്ടും.
പിന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സ് നിങ്ങൾക്ക് അറിയാം, വോട്ട്, കണ്ടസ്റ്റ് ഇലക്ഷൻസ്. പിന്നെ എക്കണോമിക് റൈറ്റ്സ് അറിയാലോ, വർക്ക്, പ്രോപ്പർട്ടി, അതൊക്കെ വരുന്നത്. സോഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, കൾച്ചറൽ പ്രോപ്പർട്ടി, ഇതൊക്കെ പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പോൾ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷനിൽ കൊടുക്കുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, ഫ്രീഡം എന്നൊക്കെ പറയുന്നത് ആണ് വരുന്നത്. പിന്നെ അതിനൊരു യൂണിവേഴ്സൽ റെക്കഗ്നിഷൻ ഉണ്ടെങ്കിലും സ്റ്റേറ്റ് നമുക്കൊരു ബേസിക് റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു ഇൻസ്പിറേഷൻ ഫോർ കൺട്രീസ് ആയിരുന്നു. അവരുടെയൊക്കെ ഗവൺമെന്റിന്റെ ഗൈഡ് ചെയ്യാനുള്ള ഒരു അജണ്ട ആയിട്ട് 1948 UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. റൈറ്റ് ഓഫ് ദ പീപ്പിൾ, റൈറ്റ് ടു ലൈഫ്, അത് മോസ്റ്റ് ബേസിക് റൈറ്റ്, ഫൗണ്ടേഷൻ ഓഫ് ഓൾ അതർ റൈറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇൻജുറി, ഈവൻ സൂയിസൈഡ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്രൈം. ആത്മഹത്യ പോലെ ഒരു കുറ്റമായിട്ടാണ് കാണുന്നത് ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അത് നമ്മൾ MHC ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ്, ജീവനുള്ള പ്രൊട്ടക്ഷനും നമ്മുടെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതിനുള്ള പ്രൊട്ടക്ഷനും, അതൊരു ബേസിക് റൈറ്റ് ആണ്. പിന്നെ റൈറ്റ് ടു ഇക്വാലിറ്റി, അത് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, പ്രൊഹിബിറ്റേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, നിങ്ങളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 14 15 ഒക്കെ. പിന്നെ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ, നമുക്ക് റിസർവേഷൻ ഇൻ ഇന്ത്യ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. പിന്നെ റൈറ്റ് ടു ഫ്രീഡം എന്തൊക്കെയാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് പ്രസ്, ഫ്രീഡം ഓഫ് അസംബ്ലി, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് റെസിഡന്റ്, ഫ്രീഡം ടു അഡോപ്റ്റ് എ വൊക്കേഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് വെച്ചിട്ട് മറ്റൊരാളുടെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്യുന്ന എന്ത് കാര്യവും പറയാൻ പറ്റില്ല. ക്രിറ്റിസിസം ആവാം, ഹെൽത്തി ക്രിറ്റിസിസം ആയിരിക്കണം എന്ന് മാത്രം. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കോൺഷ്യസ്നസ്, ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ, അത് പേഴ്സണൽ മാറ്റർ ആയിരിക്കണം, സെക്യുലറിസം ആയിരിക്കണം പബ്ലിക് ലൈഫില് ഒരു സ്റ്റേറ്റിന്റെ പോളിസി. പിന്നെ റിലീജിയനില് പബ്ലിക് ലൈഫ് സെപ്പറേറ്റ് ആയിരിക്കണം എന്ന് വെച്ചിട്ട് റിലീജിയന്റെ പേരിൽ എന്ത് അനാചാരവും കാണിക്കാനുള്ള അധികാരം ഇല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എസെൻഷ്യൽ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇല്ലിറ്ററസി ഒരു സോഷ്യൽ കേഴ്സ് ആണ്, അപ്പൊ സ്റ്റേറ്റ് മസ്റ്റ് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ. പിന്നെ എക്കണോമിക് റൈറ്റ്സ്, റൈറ്റ് ടു വർക്ക്, സോഷ്യൽ സെക്യൂരിറ്റി, റെസ്റ്റ് ആൻഡ് ലേഷ്യോ, പ്രോപ്പർട്ടി, ഇതൊക്കെ വരും. സോഷ്യൽ സെക്യൂരിറ്റി, വേജസ് വരും. പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് സിറ്റിസൺ ആക്കുവാണ്. റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കണ്ടസ്റ്റ് ഇലക്ഷൻ, റൈറ്റ് ടു ഹോൾഡ് എ പബ്ലിക് ഇലക്ഷൻ, റൈറ്റ് ടു പെർഫോം പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന നിങ്ങൾക്കറിയാം ഇക്വാലിറ്റി, ഫ്രീഡം, പിന്നെ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നമ്മളത് പോളിറ്റിയിൽ പഠിക്കുന്നതാണ്. പിന്നെ ഇതിൽ ലിബറൽ ഡെമോക്രാറ്റിക് റൈറ്റ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ്, പിന്നെ സോഷ്യൽ റൈറ്റ്, പിന്നെ എക്കണോമിക്കൽ റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൽ റൈറ്റ് ടു ഫ്രീഡത്തിന് ആണ് റൈറ്റ് ടു എക്വാലിറ്റിനേക്കാളും വലുത്. പ്രോപ്പർട്ടിയാണ് വർക്കിനേക്കാളും വലുത്. സെക്യൂരിറ്റിയാണ് എക്കണോമിക് എക്വാലിറ്റിനേക്കാളും വലുത്. സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിൽ എക്കണോമിക് റൈറ്റ് ആണ് സോഷ്യൽ റൈറ്റിനേക്കാളും വലുത്. സോഷ്യൽ റൈറ്റ് ആണ് പൊളിറ്റിക്കൽ റൈറ്റിനേക്കാളും വലുത്. അപ്പോൾ റൈറ്റ് ടു വർക്ക് അത് റൈറ്റ് ടു എഡ്യൂക്കേഷനേക്കാളും വലുതായിട്ട് വരും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആ ഒരു ഇൻഡിപെൻഡന്റ് ഒപ്പീനിയനേക്കാളും ഇതായിട്ട് വരും. അപ്പൊ അങ്ങനെയാണ് വരിക ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി. ഇനി ലാസ്കി തിയറി ഓഫ് റൈറ്റ്സ് പറയുന്നത് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, ഇംഗ്ലീഷ് ലേബർ പാർട്ടി തിയറ്റീഷ്യൻ ആണ്. അദ്ദേഹം പറയുന്നത് ഒന്ന് റൈറ്റ്സിന്റെ വ്യൂസ്, കുറെ വ്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്. ലാസ്കി വ്യൂസ്, സോഷ്യൽ കണ്ടീഷൻ, റൈറ്റ്സ് ആർ കണ്ടീഷൻ ഗിവൺ ടു ദ ഇൻഡിവിജ്വൽ ആസ് എ മെമ്പർ ഓഫ് സൊസൈറ്റി. ഒരു മെമ്പർ ഓഫ് സൊസൈറ്റി ആയിരിക്കുന്നത് കൊണ്ട് റൈറ്റ്സ് ആർ കണ്ടീഷൻ ഗിവൺ ടു ഇൻഡിവിജ്വൽ, ആ ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന കണ്ടീഷനാണ്. പ്രൊമോട്ട് പേഴ്സണാലിറ്റി, ദേ ഇനാബിൾ എ പേഴ്സൺ ടു ഡെവലപ്പ് ദർ ബെസ്റ്റ് സെൽഫ്, ഒരാളുടെ ബെസ്റ്റ് സെൽഫ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. സോഷ്യൽ ആൻഡ് ക്യാരക്ടർ, റൈറ്റ് ഒരിക്കലും സോഷ്യൽ വെൽഫെയറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. ദേ ഡിഗ്നിറ്റ് എക്സിസ്റ്റ് ബിഫോർ സൊസൈറ്റി, അപ്പൊ സൊസൈറ്റിക്ക് എതിരായിട്ടോ സൊസൈറ്റിക്ക് മുമ്പോ റൈറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ റോൾസ് ഓഫ് സ്റ്റേറ്റസ്, സ്റ്റേറ്റ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. നോട്ട് അബ്സല്യൂട്ട് റൈറ്റ്സ് ആർ എ കൺട്രഡിക്ഷൻ, അപ്പൊ അതിന് ഓൾവേസ് ലിമിറ്റഡ് ഉണ്ട്. അബ്സല്യൂട്ട് റൈറ്റ്സ് എന്നൊരു സാധനം ഇല്ല. ഡൈനാമിക് നാച്ചർ, കണ്ടന്റ് ഓഫ് റൈറ്റ്സ് ചേഞ്ച് വിത്ത് ടൈം, പ്ലേസ് ആൻഡ് കണ്ടീഷൻ. റൈറ്റ്സ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമയ സ്ഥല സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡ്യൂട്ടീസിനാണ്, ഡ്യൂട്ടീസ് കം ബിഫോർ റൈറ്റ്സ്. എക്സസൈസിങ് റൈറ്റ് എംപ്ലൈസ് പെർഫോമിംഗ് ഡ്യൂട്ടി. ഇപ്പൊ നമ്മളൊരു റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിൽ ലസ്കിയിലെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന വർക്ക്, റൈറ്റ് ടു വർക്ക്, അഡിക്വേറ്റ് വേജ്, റീസണബിൾ അവേഴ്സ്, എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ചൂസ് വൺ ഗവർണേഴ്സ്, അത് മീൻസ് പൊളിറ്റിക്കൽ റൈറ്റ്.
അതർ റൈറ്റ്സ് ഫോളോ ആഫ്റ്റർവേർഡ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് അഡിക്വേറ്റ് വേജ് ആണ്. പിന്നെ എന്താണ് ഇതിന് ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ടാവുക? എക്കണോമിക് റൈറ്റ്സിന് അദ്ദേഹം ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുക എന്തുകൊണ്ടായിരിക്കും? അതുകൊണ്ടാണല്ലോ റൈറ്റ് ടു വർക്കിന് ശേഷമൊക്കെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത്. ബിക്കോസ് ഈ എക്കണോമിക് റൈറ്റ് ഇല്ല എങ്കിൽ വിത്തൗട്ട് ദം പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർ മീനിങ്ലെസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പൊളിറ്റിക്കൽ ലിബർട്ടി വിത്ത് എക്കണോമിക്കൽ ലിബർട്ടി എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്, പക്ഷെ എക്കണോമിക് റൈറ്റിന് ശേഷം വരുന്നത് എങ്കിൽ മാത്രമേ എക്കണോമിക് റൈറ്റിന് ശേഷം മാത്രമേ ഏത് റൈറ്റും ശരിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എക്കണോമിക് പ്ലസ് സോഷ്യൽ റൈറ്റ്സ്, അതാണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ റൈറ്റ് എക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? റൈറ്റ്സ് ആർ സോഷ്യൽ ആണ്, റിലേറ്റീവ് ആണ്, ഡ്യൂട്ടി ബൗണ്ട് ആണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ആർ ഫൗണ്ടേഷണൽ എന്നാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ. പിന്നെ തിയറി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇതിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഇൻഹറന്റ് ആണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബേസിക് ഹ്യൂമാനിറ്റിനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ UDHR അതിന്റെ ഡിസ്കഷനിലോട്ട് പോകാം. മറ്റേത് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. UDHR എന്ന് പറയുന്നത് ഡ്രാഫ്റ്റഡ് ബൈ ദി കമ്മീഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് അണ്ടർ UN എക്കണോമിക് സോഷ്യൽ കൗൺസിലാണ്. ചെയർഡ് ബൈ ഇലനർ റൂസ്വെൽറ്റ്. ഏകദേശം 2.5 വർഷം എടുത്തിട്ടാണ് UN അസംബ്ലി 1948 ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ അന്ന് ഈ ഒരു 30 ആർട്ടിക്കിൾ സിവിൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ റൈറ്റ്സ് ചേർന്ന് ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ 3 തൊട്ട് 15 ട്രഡീഷണൽ റൈറ്റ്സ് തന്നെയാണ്. റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, സെക്യൂരിറ്റി, ഫ്രീഡം ഫ്രം ആർബിട്രറി അറസ്റ്റ്, റൈറ്റ് ടു എ ഫെയർ ട്രയൽ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, നാഷണാലിറ്റി, റൈറ്റ് ടു സീക്ക് അസൈലം ഒക്കെ വരുന്നത്. പിന്നെ 16 തൊട്ട് 21 വരെ സിവിൽ, പൊളിറ്റിക്കൽ റൈറ്റ്സ്, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് വുമൺ, റൈറ്റ് ടു മാരി ആൻഡ് ഫോം ഫാമിലി, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു പീസ്ഫുൾ അസംബ്ലി ആൻഡ് അസോസിയേഷൻ, റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവൺമെന്റ് ഓഫ് വൺ കൺട്രി, ഇങ്ങനെ വരുന്നത്. പിന്നെ 22-27 എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു വർക്ക്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺഎംപ്ലോയ്മെന്റ്, റൈറ്റ് ടു ജസ്റ്റ് റെമ്യൂണറേഷൻ, റൈറ്റ് ടു ഫോം ട്രേഡ് യൂണിയൻ, റൈറ്റ് ടു റെസ്റ്റ്, ലേഷ്യർ, അഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ ഇൻ കൾച്ചറൽ ലൈഫ് ഒക്കെ വരുന്നത്. പിന്നെ 28-30 വരുന്നത് റൈറ്റ് ടു സോഷ്യൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഡർ, ഡ്യൂട്ടീസ് ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി, ഗ്യാരണ്ടി ഓഫ് റൈറ്റ് ഫോർ ഫുൾ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. അതിലൊരു വരുന്നൊരു ഇതാണ് റൈറ്റ് ഗ്യാരണ്ടി ഓഫ് റൈറ്റ് ഫോർ ഫുൾ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇന്റർനാഷണൽ വിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അത് UDHRന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അത് 1966 അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇന്റർനാഷണൽ കോൺവെന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, ഇന്റർനാഷണൽ കോൺവെന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യുണൈറ്റഡ് നേഷൻ എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ്. ഇഗ്നോ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ തിയറി റൈറ്റ്സ് എന്ന ചാപ്റ്ററിലെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം.